വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലേതുപോലെ തന്നെ ഈ ആഴ്ചയിലും കൊല്ലത്ത് നടന്ന മെഗാ ഫെസ്റ്റിവലിൽ നിന്നുള്ള പ്രോഗ്രാമുകളായിരിക്കും ആദ്യത്തെ 3 ദിവസം കാണാൻ പോകുന്നത്. അതിനുശേഷം നാഷിക്കിൽ നിന്നും മറ്റുമുള്ള ചില ദൈവ സന്ദേശങ്ങളും അത്ഭുതകരമായ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സോണി ഏബ്രഹാമിനും കുടുംബത്തിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യ രഞ്ജിനിയുടെ ബർത്ത്ഡേ ഈ 27-നായിരുന്നല്ലോ. ഞങ്ങൾ ചേർന്ന് ആ മകളെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹങ്ങളാലും നിൻ്റെ മകളെ കർത്താവെ അങ്ങ് നിറയ്ക്കണമേ. മക്കൾ ബേസിലിന് വേണ്ടിയും മറിയയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, സീഷറിൽ നിന്ന് പരിപൂർണമായ ഫിറ്റ്സിൽ നിന്നുള്ള പരിപൂർണ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, വളരെ നന്നായി സംസാരിക്കുവാനും അതുപോലെ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ രഞ്ജിനി. അടുത്ത ചില സ്പോൺസേഴ്സിന് വേണ്ടി കൂടെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏബ്രഹാം വി എന്ന സഹോദരന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൻ ക്രിസ്റ്റോ ഏബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിഡ്നി റെഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് പരിപൂർണ സൗഖ്യം കർത്താവെ ആ മകന് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റൂബി മോൺസി മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ നല്ലൊരു ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. മകൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. MV വർഗീസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ എയ്ബലിൻ്റെ നല്ല ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഷെർലി ജെറാൾഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താൻ വായ്പ കൊടുത്ത പണം ആ വ്യക്തിയിൽ നിന്നും തിരികെ ലഭിക്കുവാൻ അങ്ങ് അത്ഭുതകരമായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നവി മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹത്തിന് വേണ്ടി ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഏബ്രഹാം വർഗീസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മകൻ ഇമ്മാനുവേൽ ഏബ്രഹാം എന്ന ആ മകൻ്റെ ആ കുഞ്ഞിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. ഇന്നത്തെ ഓരോ സ്പോൺസറെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജൂലൈ 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടിക്ക് സമീപം, ആലപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജൂലൈ 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, കോടതിപ്പടി, പെരുമ്പാവൂർ.
ആൻറ്റിയുടെ പേര് ലീലാമ്മ എന്നാണ്. തൻ്റെ 2 മക്കൾക്ക് വേണ്ടി യേശു ചെയ്ത വലിയ അത്ഭുതത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തൻ്റെ മകൻ ഭാര്യയോടൊപ്പം ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഭാര്യ നഴ്സാണ്. പക്ഷെ ഇവർ ചികിത്സയ്ക്ക് പോയില്ല. കർത്താവ് തന്നെ തങ്ങൾക്കൊരു കുഞ്ഞിനെ തരുന്ന വിശ്വാസത്തിലായിരുന്നു. കാരണം ഇവർ യേശുവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പോകുന്നവരായിരുന്നു. ഒരു നേഴ്സാണ്, മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുണ്ട്. എങ്കിലും അവർ വിശ്വസിച്ചു, കൃത്രിമമായി ഒന്നിനും പോകുന്നില്ല, യേശു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ പ്രിയ മാതാവ് ഇവിടെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം എല്ലാ ദിവസവും കാണുമായിരുന്നു. പക്ഷേ ഇവർ ഒരിക്കലും നമ്മുടെ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ നമുക്ക് അറിയില്ല. ബ്ലെസ്സിംഗ് ടുഡേക്കോ ബ്രദർ ഡാമിയനോ ഷമാ ഡാമിയനോ ഒന്നും അറിയില്ല. എന്നാൽ ഒരു ദിവസം, അതായത് കഴിഞ്ഞ വർഷം ഏത് ദിവസമാണെന്ന് ആൻറ്റിക്ക് ഓർമ്മയില്ല, TV പ്രോഗ്രാം കാണുന്ന സമയത്ത് ഈ മകന്റെ പേര് ബിബിൻ എന്നാണ്. ബിബിൻ കോശി എന്നാണ് ഫുൾ നെയിം. ബ്രദർ ഡാമിയൻ ഇപ്രകാരം തന്നെ പറഞ്ഞു, ബിബിൻ കോശിക്കും വിജിലേക്കും. 2 പേരുടെയും പേര് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടോ? 2 പേരുടെയും പേര് പറഞ്ഞിട്ട് അങ്ങനെ മക്കളുണ്ടാവുമെന്ന് പറഞ്ഞാണോ വെച്ചപ്പോൾ ഞങ്ങൾ ഇതുവരെ സ്പോൺസർ ചെയ്തിട്ടില്ല, പേരെഴുതി കൊടുത്തിട്ടുമില്ല. പക്ഷേ ഈ ദമ്പതികളുടെ പേര് ബ്രദർ ഡാമിയൻ പരിശുദ്ധാത്മാവിൽ കൃത്യമായി പറഞ്ഞു എന്നാണ് പ്രിയ മാതാവ് പറയുന്നത്. ബിബിൻ കോശിക്കും വിജിലേക്കും കർത്താവ് മക്കളെ നൽകുന്നു എന്ന ദൈവാത്മാവിൽ. ശരിയാണ്. ഈ പറഞ്ഞത് ശരിയാണോ? എന്നാൽ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ബ്രദറിലൂടെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പോൾ തൻ്റെ മരുമകൾ 3 മാസം ഗർഭവതിയാണ്. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ അത്ഭുതം എന്നുള്ളത് തൻ്റെ മകൾക്കാണ്. മകളുടെ പേര് നീന എന്നാണ്. ആ മകൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇവർ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പ്രാർത്ഥിച്ചു. എറണാകുളത്ത് വന്നെന്നാണ് പറയുന്നത്. നമ്മുടെ കൊച്ചിയിലെ ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് ഈ മാതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉണ്ടായിരുന്ന സ്കാനിങ്ങിൽ അങ്ങനെ മുഴകളോ യാതൊരു പ്രശ്നങ്ങളോ യൂട്രസിനകത്തില്ല. വളരെ നോർമലായിട്ടുള്ള രീതിയിൽ പ്രസവിക്കുകയും 4 മാസം പ്രായമുള്ള ആരോഗ്യമുള്ള കുഞ്ഞുമായി ഇന്നിരിക്കുന്നു. അപ്പോൾ ആദ്യം സ്കാൻ ചെയ്യുമ്പോൾ മുഴയുണ്ടായിരുന്നു. അത് വളരെ ഗുരുതരമായ കാര്യം തന്നെയായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം എറണാകുളത്ത് വന്ന് പ്രാർത്ഥിച്ചു. മോളും വന്നായിരുന്നു. വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ വന്ന് സ്കാൻ ചെയ്തപ്പോൾ എറണാകുളത്ത് എന്നാണ് വന്നത്? ഏതെങ്കിലും ഞായറാഴ്ചയാണോ? ഒരു ഞായറാഴ്ച വന്ന് ബ്ലെസ്സിംഗ് സെന്ററിലെ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പിന്നീട് സ്കാൻ ചെയ്യുമ്പോൾ മുഴ അവിടെ ഇല്ല, നോർമൽ ഡെലിവറി ആയിരുന്നു. ഓക്കെ. ഇപ്പോൾ അമ്മയും കുഞ്ഞും എല്ലാം സന്തോഷമാണ്. ഒരു മോനെ ദൈവം കൊടുത്തു. അപ്പോൾ 2 മക്കളിലും ഈ അമ്മയുടെ 2 മക്കൾക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി ഈ അത്ഭുത വിടുതലിന് വേണ്ടി നന്ദി പറഞ്ഞാൽ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പേരറിയുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. കർത്താവേ, നീ എത്രത്തോളം ഞങ്ങളെ അടുത്തറിയുന്നു. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ ഒന്ന് വിശ്വസിക്കുക, എന്നെയും കർത്താവ് അറിയുന്നു, എൻ്റെ വിഷയങ്ങൾ അറിയുന്നു. പലപ്പോഴും നമ്മൾ നിരാശ വരുമ്പോൾ പറയും, എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല എന്ന് പലപ്പോഴും പറയും. എന്നാൽ അങ്ങനെയല്ല, യേശു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട്. ഞങ്ങൾ കരങ്ങൾ ഉയർത്തി അങ്ങിൽ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ ഉള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ട്യൂമറുകൾ ഉള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അത്ഭുതകരമായ സൗഖ്യം കർത്താവ് ഈ സാക്ഷ്യത്തോട് ചേർന്ന് അങ്ങ് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Today I'm going to speak to you on lavish God. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ധാരാളിയായ ഒരു ദൈവത്തെക്കുറിച്ചാണ്. Everybody say lavish God. എല്ലാവരും പറയാമോ ധാരാളിയായ ദൈവം? പറഞ്ഞേ മലയാളത്തിൽ, ധാരാളിയായ ദൈവം. ഒരു പ്രാവശ്യം കൂടി പറയാമോ? ധാരാളിയായ ദൈവം. Hallelujah. Hallelujah. The Bible says God created us in His image and likeness. വചനം പറയുന്നു, ദൈവം നമ്മെ തന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. Hallelujah. Hallelujah. Some people do not like themselves. They don't like their shape. They don't like their complexion.
ചില ആളുകൾക്ക് അവരെ തന്നെ ഇഷ്ടമല്ല, അവരുടെ നിറം അവർക്ക് ഇഷ്ടമല്ല, ശരീര ആകൃതി അവർക്ക് ഇഷ്ടമല്ല. Hello. They look at the mirror അവർ കണ്ണാടിയിൽ നോക്കിയിട്ട് and they hate themselves. അവരെ തന്നെ അവർ വെറുക്കുന്നു. But remember, you did not create yourself. മനസ്സിലാക്കുക, നിങ്ങളല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. I did not create myself. ഞാൻ എന്നെ സൃഷ്ടിച്ചിട്ടില്ല. God created me. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. Whether you like it or not, the Bible says everything that God created, He saw it is good. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ദൈവം താൻ സൃഷ്ടിച്ചതൊക്കെയും നല്ലത് എന്ന് കണ്ടു. So even if nobody else likes you, God likes you. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ലെങ്കിലും ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ്. Even if you don't like yourself, God likes you. ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും നിങ്ങൾ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന് നിങ്ങളെ ഇഷ്ടമാണ്. This is because God has already created you in His image and in His likeness. കാരണം ദൈവം നിങ്ങളെ ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. That means God has given us His nature. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രകൃതത്തെ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. God has given us His shape. ദൈവം തന്റെ ആകാരം നമുക്ക് നൽകിയിരിക്കുകയാണ്. See, He not only created us in His image and likeness, He has started supplying everything to us. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും താൻ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, നമുക്ക് ആവശ്യമുള്ള സകലവും അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. What all things is He giving us? എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്? For example, He gives us His presence. ഒന്നാമതായിട്ട് ദൈവം തന്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നു. Matthew chapter number 1, മത്തായി സുവിശേഷം 1 verse number 23. 23-ാമത്തെ വചനം. The Bible says the virgin will conceive and give birth to a son, and they will call him Emmanuel, which means God with us. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. Okay. അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ആ പേരിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നത്രേ. Now listen to me. എന്നെ ശ്രദ്ധിച്ചാലും So many people have a confusion. ഒത്തിരി ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട്. They have misunderstandings. പല തെറ്റിദ്ധാരണയുണ്ട്. Are you listening to me? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? So many people think that God is not interested in their life. പല ആളുകളും ചിന്തിക്കുന്നു ദൈവം അവരുടെ ജീവിതത്തിൽ താല്പര്യമില്ലാത്തവനെന്ന്. They think that God is somewhere away beyond the galaxies. ഈ പ്രപഞ്ചത്തിനും അപ്പുറമായിട്ട്, സൗരയൂഥങ്ങൾക്ക് അപ്പുറമായിട്ട് ദൈവം വേറെ എവിടെയോ വസിക്കുകയാണെന്ന്. God is somewhere sitting at the corner of the universe, sitting idly, not interested in my life. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു മൂലയ്ക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ചിന്തയൊന്നുമില്ലാതെ അലസനായി ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. Okay, He created me, but He has left me alone in this world. ഓക്കെ, ദൈവം എന്നെ സൃഷ്ടിച്ചു, പക്ഷേ എന്നെ ഇങ്ങനെ ദൈവം ഒറ്റയ്ക്ക് വിട്ടിരിക്കുകയാണ്, ഏകനായി വിട്ടിരിക്കുകയാണ്. But this verse says, പക്ഷേ ഈ വചനം പറയുന്നു, the virgin will conceive. The virgin here is Mary. She will conceive and give birth to a son, and they will call him Emmanuel, which means God with us. ഈ വചനം പറയുന്നു കന്യക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മറിയത്തെയാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആ പേരിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നത്രേ. So what is the meaning of Emmanuel? എന്താണ് ഇമ്മാനുവേലിന്റെ അർത്ഥം? God with us. ദൈവം നമ്മോട് കൂടെ. So God wants to live with us. ദൈവം നമ്മോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. God wants to be with us. ദൈവം നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. God wants to walk with us. നമ്മോട് കൂടെ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to do everything with us. നമ്മളോട് കൂടെ സകലവും ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. So many people think that this is their misunderstanding. They think that God is sitting somewhere and I am left alone here. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണ്, ദൈവം എവിടെയോ ഇരിക്കുകയാണ്, ഏതോ മൂലയ്ക്ക് ഇരിക്കുന്നു, ഞാനിവിടെ ഭൂമിയിൽ വസിക്കുന്നു. But that is lie of the devil. പക്ഷേ അത് പിശാചിന്റെ നുണയാണ്. Actually, God wants to be with us always. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Can you say hallelujah? ഒരു ഹല്ലേലൂയ പറയാമോ? God really desires to live with us. യഥാർത്ഥത്തിൽ ദൈവം നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. But it is our sins, it is our iniquities that separates us from God. എന്നാൽ നമ്മുടെ പാപം, നമ്മുടെ അകൃത്യമാണ് നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. And that's why Jesus came into this world to take away all the sins from
between God and us. നമ്മളുടെ ദൈവത്തെയും നമ്മളുടെ ഇടയിലുണ്ടായിരുന്ന പാപത്തെ എടുത്തു കളയുവാനായിട്ട് അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. That's why Jesus is called Emmanuel. അതുകൊണ്ടാണ് യേശുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നത്. When Jesus is with us, God is with us. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥം. When Jesus is with us, we have the presence of God with us. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എന്നർത്ഥം. Can you say amen? ഒരു ആമേൻ പറയാമോ? Hallelujah. ഹല്ലേലൂയ. Everybody say this after me. Jesus means, Emmanuel means God with me. എല്ലാവരും എന്നോട് കൂടെ പറയുക, ഇമ്മാനുവേൽ എന്നാൽ ദൈവം എൻ്റെ കൂടെ. Hallelujah. ഹല്ലേലൂയ. How many of you desire to be with Jesus? എത്ര പേർക്ക് യേശുവിന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹമുണ്ട്? Show me your hands. കൈയൊന്ന് വീശി കാണിച്ചാലോ. More than you desire, Jesus wants to be with you. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ തീവ്രമായി യേശുവിന് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ ഇഷ്ടമുണ്ട്. That's why Jesus left heaven and came down to this world to be with us. അതുകൊണ്ടാണ് സ്വർഗം വിട്ട് യേശു നമ്മുടെ കൂടെ ആയിരിക്കാൻ ഭൂമിയിലേക്ക് വന്നത്. Hallelujah. ഹല്ലേലൂയ. And today we enjoy his presence. നമ്മൾ ഇന്ന് അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. Not one day, ഒരു ദിവസമല്ല, not 2 days, 2 ദിവസമല്ല, not on Sundays. ഞായറാഴ്ച മാത്രമല്ല, Every day he wants to be with us. എല്ലാ ദിവസവും അവൻ നമ്മുടെ കൂടെ ഇരിക്കാൻ Every ആഗ്രഹിക്കുന്നു. moment he wants to be with us. ഓരോ നിമിഷവും യേശു നമ്മുടെ കൂടെ ഇരിക്കാൻ He will become ആഗ്രഹിക്കുന്നു. our inseparable companion. നമ്മൾ നിന്ന് വേർപെടുത്തുവാൻ കഴിയാത്ത ഒരു സഖിയായിരിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Some people think that Jesus gave only 33 and a half years of his time to us. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്, യേശു കർത്താവ് 33.5 വർഷം മാത്രമാണ് നമുക്ക് തന്നതെന്ന്. That's the time he took leave from heaven and came to this world and he went back. ആ സമയത്ത് ആ ഒരു കാലയളവിലേക്ക് സ്വർഗത്തിൽ നിന്ന് ലീവ് എടുത്ത് ഭൂമിയിലേക്ക് വന്നിട്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് പോയി. It is not like that. അതങ്ങനെയല്ല. Before Jesus left this world, കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് Matthew chapter 28 and verse number 20, മത്തായി സുവിശേഷം 28:20 വാക്യം, Jesus gave us a promise. കർത്താവ് ഒരു വാഗ്ദത്തം നൽകി. See, I have been given all authority in heaven and earth. എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. So you go to all the nations of the world and make disciples. നിങ്ങൾ സർവ്വഭൂമിയിലും പോയി ശിഷ്യന്മാരെ ഉളവാക്കുക. And I will be with you all the days of your life. ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. Hallelujah. ഹല്ലേലൂയ. So it's not about 33 and a half years. ഇത് 33.5 വർഷത്തിന്റെ ഒരു കാര്യമല്ല. Always he is with us till the end of this age. എല്ലായ്പ്പോഴും ഈ യുഗത്തിന്റെ അന്ത്യത്തോളം യേശു നമ്മുടെ കൂടെയുണ്ട്. Hello. ഹലോ. As a man, I have a family. ഞാനൊരു പുരുഷനായതുകൊണ്ട് എനിക്കൊരു കുടുംബമുണ്ട്. I have a ministry to take care of. എനിക്ക് നോക്കി നടത്തേണ്ട ശുശ്രൂഷകളുണ്ട്. I have so many things. ഒത്തിരി കാര്യങ്ങളുണ്ട്. But everything is limited. പക്ഷെ എല്ലാത്തിനും പരിധികളുണ്ട്. God is not like that. ദൈവം അങ്ങനെയല്ല. He has to take care of everything in heaven and everything on earth. ദൈവത്തിന് സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തണം, അപ്പോൾ തന്നെ ഭൂമിയിലെ സർവ്വവും നടത്തണം. Very busy God. വളരെ തിരക്കുള്ള But ദൈവമാണ്. still God says, പക്ഷെ അപ്പോഴും ദൈവം പറയുന്നു, I will give my time to you. ഞാൻ നിനക്ക് എന്റെ സമയം നൽകാം. Anytime you can call me. എപ്പോൾ വേണേലും നിനക്ക് എന്നെ വിളിക്കാം. You can call me anytime. എപ്പോൾ വേണേലും വിളിക്കാം. I will listen to you. ഞാൻ നിനക്ക് കേൾക്കാം. Anytime you can ask me. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. I will come with you. ഞാൻ നിന്റെ കൂടെ വരാം. See, there are billions of people in this world. കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിലുണ്ടല്ലോ. But still God says, അപ്പോഴും ദൈവം പറയുന്നു, because you are my daughter. നീ എന്റെ മകളായതുകൊണ്ട്, You are my son. എന്റെ മകനായതുകൊണ്ട്, Because you are my child. എന്റെ സ്വന്തം മകനായതുകൊണ്ട്, Anytime you call me. എപ്പോൾ നീ എന്നെ വിളിച്ചാലും, Anytime you call me. എപ്പോൾ നീ എന്നെ വിളിച്ചാലും, I will attend your call. ഞാൻ നിന്റെ കോൾ എടുത്തോളാം. No need of sending SMS or SMS-ഉം WhatsApp വാട്സാപ്പ് message. അയക്കേണ്ട ആവശ്യമില്ല. Anytime you call me. എപ്പോൾ വിളിച്ചാലും I'm giving you a hotline. ഞാൻ നിനക്ക് ഒരു ഹോട്ട് ലൈൻ നൽകുകയാണ്. Anytime. എപ്പോൾ വിളിച്ചാലും I will make myself available to you. ഞാൻ എന്നെ തന്നെ നിനക്ക് ലഭ്യനാക്കുകയാണ്. And he gives us his word. മാത്രമല്ല തന്റെ വചനം അവൻ നമുക്ക് നൽകി. Hallelujah. ഹല്ലേലൂയ. That is a precious gift we have received. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ്. The Bible is a power packed book. ബൈബിൾ എന്നുള്ളത് ശക്തി നിറഞ്ഞൊരു പുസ്തകമാണ്. Hello. ഹലോ. The Bible that you carry has power in it. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബൈബിളിനകത്ത് ശക്തിയുണ്ട്. Say it again. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബൈബിളിനകത്ത് ശക്തിയുണ്ട്. There is
power in the word of God. ദൈവവചനത്തിന്റെ അകത്ത് ശക്തിയുണ്ട്. There is spirit in the word of God. ദൈവവചനത്തിൽ ആത്മാവുണ്ട്. There is life in the word of God. ദൈവവചനത്തിൽ ജീവനുണ്ട്. There is light in the word of God. ദൈവവചനത്തിൽ പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്. There is healing in the word of God. ദൈവവചനത്തിനകത്ത് രോഗസൗഖ്യമുണ്ട്. There is deliverance in the word of God. ദൈവവചനത്തിനകത്ത് വിടുതലുണ്ട്. There are uncounted thousands of blessings in the word of God. ആയിരക്കണക്കിന് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഈ ദൈവവചനത്തിനകത്തുണ്ട്. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആലപ്പുഴ ജൂലൈ 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടിക്ക് സമീപം, ആലപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പെരുമ്പാവൂർ ജൂലൈ 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഫാസ് ഓഡിറ്റോറിയം, കോടതിപ്പടി, പെരുമ്പാവൂർ. വിശ്വാസത്തോടെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദിസ് ഈസ് പ്രേയർ ടൈം. പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഭൂമിയിൽ ഒരുമിച്ച് ഐക്യമത്യപ്പെടുന്ന ഒരു സമയമാണിത്. കർത്താവെ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈനീട്ടി രോഗികളെ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഇന്നും അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ബ്ലീഡിംഗ് ഉള്ള ചില സഹോദരിമാരെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനാവശ്യമായ ബ്ലീഡിംഗ് നിൽക്കട്ടെ. താങ്ക് യു ലോർഡ്. ആർത്രൈറ്റിസ് ബാധിച്ച ചില ശരീരങ്ങളിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ ദൈവത്തിൻ്റെ ശക്തി വന്ന് ചിലരെ സൗഖ്യമാക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതിൽ ചില സഹോദരന്മാരുമുണ്ട്, ചില സഹോദരിമാരുമുണ്ട്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു ദൈവിക സൗഖ്യം ആ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ. ഉമിനീർ ഗ്രന്ഥിയിൽ എന്തോ ബ്ലോക്ക് ഉണ്ടായി, അവിടെ എന്തൊരു ഗ്ലാൻഡ് പോലെ, കല്ല് പോലെയായി വേദനയിലായിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ആ സൗഖ്യം നടക്കട്ടെ. കഴുത്തിൻ്റെ എല്ലുകൾക്ക് പ്രയാസമുള്ള, ഒരുപക്ഷെ തേയ്മാനമോ നീർവീക്കമോ, കഴുത്തിൻ്റെ എല്ലുകളോടനുബന്ധിച്ച് പ്രയാസമുള്ള ഫിലോമിന എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ നിമിഷങ്ങളിൽ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം ആ സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഞാനിത് പറയുന്ന സമയത്ത് ഒരു ചെക്ക് നിറത്തിൽ ചെക്കുള്ള ഒരു സാരി ഉടുത്തിരിക്കുന്ന ഫിലോമിന, അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനുകളുള്ള ചെക്കുള്ള സാരി ഉടുത്തിരിക്കുന്ന ഫിലോമിന, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. അതുപോലെ അപസ്മാര രോഗമുള്ള വ്യക്തികൾ, മാനസിക രോഗമുള്ള വ്യക്തികൾ ഒക്കെയും സൗഖ്യമാകട്ടെ. അരക്കെട്ടിൽ വേസ്റ്റ് ഏരിയയിൽ പ്രയാസങ്ങളുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. കാലുകളിൽ നീരുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ഫാദർ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ഏത് വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നുവോ കർത്താവ് നിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ആ വിഷയത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവികമൊരു വലിയ വിടുതൽ കർത്താവെ നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ, ഈ വെള്ളിയാഴ്ച ആലപ്പുഴയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ശനിയാഴ്ച പെരുമ്പാവൂരിൽ നടക്കുന്നു. എത്ര അകലെയാണെങ്കിലും ഈ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്ക് തീർച്ചയായും വരണം. കർത്താവ് നിങ്ങളെ തൊട്ട് അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. മാത്രമല്ല, ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ, അതുപോലെ CD-കൾ ഒക്കെയും ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി
അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഇതിനെക്കുറിച്ച് പറയുക. അതിൻ്റെ അനുഗ്രഹവും തീർച്ചയായും ദൈവം നിങ്ങൾക്ക് നൽകും. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.